ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. വരും കാലങ്ങളിൽ വിവര സാങ്കേതിക വിദ്യയെ രാഷ്ട്രീയത്തിന്റെ സൃഷ്ടിപരമായ നിർമ്മിതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലാവണം വിദ്യാർത്ഥികളും അധ്യാപകരും പരിശീലനം നേടേണ്ടത് എന്ന് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി അഭിപ്രായപ്പെട്ടു. PMJVK പദ്ധതിയിൽ അമൽ കോളേജിൽ ക്യാമ്പസിൽ നിർമ്മിച്ച സ്കിൻ സെന്റിൽ ആരംഭിച്ച നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയുള്ള കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കാലഘട്ടമാണ്. സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ജോലി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് കൺവെൻഷണൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും തന്നെ നൈപുണ്യ കോഴ്സുകളും പരിശീലിക്കണം. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വഴി പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഇത്തരം കോഴ്സുകൾ പ്രയോജനപ്പെടുത്തണം. വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകൾ സ്വയം പരിശീലനത്തിലൂടെ പരിപോഷിപ്പിക്കുന്നതിനാണ് നൈപുണ്യ വികസന കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. That is what these occasions are for. The students also put on a wonderful display of the unique amalgam of Indian culture, the great diversity of our country, and a hallmark of what makes Kerala special. This region has its own, parichay. And of course this campus is also in part of that, because it's green. And I'm happy that whenever I come and visit an educational institution, it's very special for me because I'm interacting with young people. Just like when you go to any religious place, a temple, or basically that's a space that is designed for quiet reflection. There's a purity to it. Whether it's a gurdwara or a mosque, whatever you believe in, if you believe in it, you go there, you visit there, you think about yourself, you think about your position in society. Similarly, when I visit an educational institution, I feel that I'm with the future of our society and our country. There's so much energy and exuberance and hope, and there's a purity to all of that emotion. So I'm very thankful to Vahabji. Every parliamentary session, he used to needle me, when are you coming, when are you coming to Manipur, when are you coming to Manipur? And I got the sense that this is a man, who's very passionate about this. PV അബ്ദുൾ വഹാബ് MP അധ്യക്ഷത വഹിച്ചു. ആര്യാടൻ ഷൗക്കത്ത് MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം, അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KP മുഹമ്മദ് ബഷീർ, PV അലി മുബാറക്, PV ജാവേദ് അബ്ദുൾ വഹാബ്, നാലകത്ത് മുഹമ്മദ്, VP മുനീർ, നാലകത്ത് ബീരാൻകുട്ടി, PM ഉസ്മാൻ അലി, M മൻസൂർ, ദേവരാജൻ അകമ്പാടം തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാനമന്ത്രി ജാൻ വികാസ് കാര്യക്രമം പദ്ധതിയിൽ നിർമ്മിച്ച സ്കിൻ സെന്റർ, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം എന്നിവ 18-ന് ഉച്ചയ്ക്ക് 3-ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ അധ്യക്ഷനാകും. PV അബ്ദുൾ വഹാബ് MP, MLA-മാരായ PK ബഷീർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി തുടങ്ങിയവർ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.
Charitra Vivag Bridal Collections by Shobhika Weddings.